2 തിമോത്തിയോസ് 1:9-10 അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളികൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനും മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. ദൈവത്തിൻ്റെ സർവജ്ഞതയും നമുക്കായുള്ള ദൈവിക പദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ളതും ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു വാക്യമാണിത്. ആകയാൽ നമ്മുടെ പ്രവൃത്തികളല്ല രക്ഷയ്ക്ക് ആധാരം എന്നതിന് ഒരു കാരണം കൂടെ പൗലോസ് പറയുന്നു. നാം ഉണ്ടാകുന്നതിനും പ്രവർത്തിക്കുന്നതിനും മുമ്പേ ദൈവത്തിൻ്റെ അറിവിൽ നാം ഉണ്ടായിരുന്നു, നമ്മുടെ രക്ഷയും ഉണ്ടായിരുന്നു. ഈ കൃപ നമുക്ക് നൽകിയത് ക്രിസ്തു യേശുവിലാണ്. ദൈവത്തിൻ്റെ ഈ നിർണയവും കൃപയും വെളിപ്പെട്ടപ്പോൾ അത് നമ്മുടെ മരണം നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. മനസ്സിലാക്കാൻ അല്പസമയമെടുക്കുന്ന പദപ്രയോഗങ്ങളാണ് ഇവ. വെളിപ്പെടുക എന്നതിനർത്ഥം മുമ്പുണ്ടായിരുന്നത് മറ നീക്കി പുറത്തു വന്നു എന്നാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതി ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നതും ക്രിസ്തുവിൽ അവിടുന്ന് ഈ ഭൂമിയിൽ വന്ന് ക്രൂശിൽ പാപപരിഹാരം വരുത്തിയതിലൂടെ വെളിപ്പെട്ടതുമാണ്. ഇതിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു പങ്കുമില്ല, ദൈവത്തിൻ്റെ തീരുമാനവും കൃപയും മാത്രമാണ്. ക്രിസ്തുവിൽ ജീവൻ, അക്ഷയത എന്നിവ വെളിപ്പെടുത്തി എന്നാണ് കാണുന്നത്. ജീവൻ എന്നത് നമുക്ക് ലഭിച്ച നിത്യജീവനെ കാണിക്കുന്നു. അക്ഷയത നമ്മുടെ മരണം മാറി അമർത്യത ലഭിക്കുന്നതിനെ കാണിക്കുന്നു. നമ്മുടെ ഈ ശരീരം നശിക്കുന്നതാണെങ്കിൽ നശിക്കാത്ത അദ്രവത്വമുള്ള ശരീരം ദൈവം നമുക്ക് നൽകുന്നു. യേശുക്രിസ്തു ലോകത്തിൽ വെളിപ്പെട്ടതുപോലെ നിത്യജീവൻ നമ്മിൽ വെളിപ്പെട്ടതുപോലെ അമർത്യതയും നമ്മിൽ വെളിപ്പെടും. നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു തേജസ്സിൽ ഉയർത്ത പോലെ തേജസ്സുള്ള ശരീരവുമായി നാം നിത്യതയിൽ ദൈവത്തോടൊത്ത് അനന്തകാലം വസിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.